നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിൽ മേൽക്കൈ നിലനിർത്താൻ ആവുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. എന്നാൽ 5 സീറ്റിലെങ്കിലും ജില്ലയിൽ വിജയം പ്രതീക്ഷിക്കുകയാണെന്ന് UDF. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിലാണ് NDA വിജയം പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ LDF-ന് 10ഉം UDF-ന് 2 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ മേൽക്കൈ ഈ തിരഞ്ഞെടുപ്പിലും നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ, മലമ്പുഴ മണ്ഡലങ്ങളാണ് ഇടതുമുന്നണിക്കൊപ്പമുള്ളത്. പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളാണ് UDF-നൊപ്പമുള്ളത്. എന്നാൽ ഇത്തവണ പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് മത്സരം നടന്നിട്ടുണ്ട്. മന്ത്രി MB രാജേഷും VT ബൽറാമും തമ്മിൽ മത്സരിച്ച തൃത്താല തന്നെയാണ് ഉദ്വേഗജനകം. കഴിഞ്ഞ തവണ 3016 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തൃത്താലയിൽ MB രാജേഷ് വിജയിച്ചത്. തൃത്താല നിലനിർത്താനാകുമെന്ന് ഇടതുമുന്നണി ഉറപ്പിച്ചു പറയുമ്പോൾ തിരിച്ചുപിടിക്കുമെന്ന ഉറപ്പിലാണ് UDF. ഇവിടെ ആര് ജയിക്കുമെന്നതിൽ സർവേ ഫലങ്ങൾ പോലും കൃത്യമായ ഉത്തരം നൽകുന്നില്ല. പട്ടാമ്പിയിൽ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ വിജയിച്ചത് 17,974 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞാലും പട്ടാമ്പി നഷ്ടമാകില്ലെന്ന കണക്കുകൂട്ടലിലാണ് ഇടത് ക്യാമ്പുകൾ. എന്നാൽ TP ഷാജിയിലൂടെ പട്ടാമ്പി പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഷൊർണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 36,674 വോട്ടുകൾക്കാണ് P മമ്മിക്കുട്ടി വിജയിച്ചത്. ഇത് മറികടന്ന് വേണം UDF-ന് വിജയിക്കാൻ. ഒറ്റപ്പാലമാണ് കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു മത്സരം നടക്കുന്നത്. CPM വിട്ട് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച PK ശശിയിലൂടെ ഒറ്റപ്പാലത്ത് UDF അട്ടിമറി പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഒറ്റപ്പാലത്ത് കോട്ട ഇളകില്ലെന്ന കണക്കുകൂട്ടലിലാണ് CPM-ഉം ഇടതുമുന്നണിയും. മണ്ണാർക്കാട് UDF വിജയം പ്രതീക്ഷിക്കുമ്പോൾ നാട്ടുകാരനിലൂടെ അട്ടിമറി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. K ശാന്തകുമാരിയും KA തുളസിയും ഏറ്റുമുട്ടിയ കോങ്ങാടും കടുത്ത മത്സരമാണ് നടന്നിട്ടുള്ളത്. UDF ഇവിടെ വിജയം പ്രതീക്ഷിക്കുമ്പോൾ മണ്ഡലം നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. പാലക്കാട് ആര് ജയിക്കുമെന്നതും കേരളം കാത്തിരിക്കുന്ന ഫലമാണ്. വോട്ട് കണക്ക് പ്രകാരം മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് UDF ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ശോഭാ സുരേന്ദ്രനിലൂടെ BJP പാലക്കാട് വിജയം പ്രതീക്ഷിക്കുന്നു. ഇടതുകോട്ടയായ മലമ്പുഴയ്ക്ക് ഇളക്കം തട്ടില്ലെന്ന് തന്നെയാണ് ഇടത് ക്യാമ്പുകൾ കരുതുന്നത്. എന്നാൽ BJP ജില്ലയിൽ പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു മണ്ഡലമാണ് മലമ്പുഴ. തരൂർ, ആലത്തൂർ, നെന്മാറ മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങളാണ്. ഇത് മറികടന്ന് വേണം UDF-ന് വിജയിക്കാൻ. ചിറ്റൂരാണ് UDF പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു മണ്ഡലം. കഴിഞ്ഞ തവണ K കൃഷ്ണൻകുട്ടി 33,878 വോട്ടുകൾക്കാണ് ചിറ്റൂരിൽ നിന്ന് വിജയിച്ചത്. ഇത്തവണ അഡ്വക്കേറ്റ് മുരുകദാസും സുമേഷ് അച്യുതനും തമ്മിലാണ് ചിറ്റൂരിൽ മത്സരം. പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശുമെന്നത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ഭരണം പിടിക്കുന്നതിൽ നിർണായകമാവും. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.